കേരളത്തിന് ബി.ജെ.പിയുടെ കേന്ദ്ര സർക്കാർ ഒരു ഓണസമ്മാനം വാരിക്കോരി തന്നിട്ടുണ്ട്. 2 ദിവസം മുൻപാണ് ആ സമ്മാനം പ്രഖ്യാപിച്ചത്. എന്താണെന്നല്ലേ, കേരളത്തിന്റെ ഹൃദയമായിരുന്ന പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ചാണ് കേന്ദ്രം ഓണസമ്മാനം ഒരുക്കിയിരിക്കുന്നത്. ഇതോടെ പ്രധാന ടെർമിനൽ സ്റ്റേഷനായ മംഗളൂരുവും പനമ്പൂർ പോർട്ടും ഉൾപ്പെടെ പാലക്കാട് ഡിവിഷന് നഷ്ടമായിരിക്കുകയാണ്. ഒക്ടോബർ 1 മുതൽ ഉള്ളാൾ ഉൾപ്പെടെയുള്ള മംഗളൂരു മേഖല സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്കാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മാറ്റിയിരിക്കുന്നത്. കേരളത്തിലെ മലബാർ മേഖലയെ സംബന്ധിച്ച കനത്ത തിരിച്ചടിയാണ് ഈ തീരുമാനം വരുത്തിവെക്കുക. അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും വികസനപരമായിട്ടാണെങ്കിലും. കാരണം പാലക്കാട് ഡിവിഷന് വാർഷിക വരുമാനത്തിൽ കോടികൾ നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ പുതിയ ട്രെയിൻ ഉൾപ്പെടെയുള്ള വികസനവും ഫണ്ടും സ്തംഭിക്കുകയും ചെയ്യും. പാലക്കാട് ഡിവിഷന്റെ വരുമാനത്തിൽ നിർണായക പങ്കാണ് ന്യൂ മംഗളൂരു പോർട്ട് വഹിക്കുന്നത്. ഇത് കൈവിടുന്നതോടെ ചരക്ക് നീക്ക വരുമാനത്തിൽ പ്രതിവർഷം 1000 കോടി രൂപ വരെ കുറവാകും സംഭവിക്കുക. പ്രവർത്തന ചെലവ് കണ്ടെത്താനാകാതെ ഡിവിഷൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകാനേ പുതിയ തീരുമാനം ഉപകരിക്കൂ എന്നത് കേരളത്തെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. പാലക്കാട് ഡിവിഷന്റെ 60% വരുമാനം മംഗളൂരു ഉൾപ്പെടുന്ന പ്രദേശമാണ് എന്നതും കാണേണ്ട കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എംപിമാർ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രതിഷേധം വാക്കുകളിൽ മാത്രം ഒതുക്കാനല്ല UDF തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തെ ഞെട്ടിച്ച ഓണസമ്മാനത്തിന് മുഖമടച്ച് മറുപടി കൊടുക്കാനാണ് UDF ഒരുങ്ങിയിരിക്കുന്നത്. തിരുവോണ ദിനത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ മലബാറിൽ നിന്നുള്ള UDF എംപിമാർ സത്യാഗ്രഹം ഇരുന്ന് പ്രതിഷേധിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തീരുമാനം പിൻവലിക്കും വരെ സമരം തുടരും. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പാണ് BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ലക്ഷ്യമെന്ന രാഷ്ട്രീയ വിമർശനവും UDF ഉയർത്തുന്നുണ്ട്. അതിനെ നിസ്സാരമായി കാണാനാകില്ല. കാരണം 2028 കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ തകർന്നടിഞ്ഞ BJPക്ക് ഭരണം തിരിച്ചുപിടിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്ന ഏക സംസ്ഥാനം അത് കർണാടക മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അധികാരം പിടിക്കാൻ എന്തും ചെയ്യാൻ BJP തയ്യാറാകുമെന്നതിൽ സംശയമില്ല. പാലക്കാട് ഡിവിഷൻ വിഭജനത്തിലൂടെ കേരളത്തിനുണ്ടാകുന്ന നഷ്ടം മറുവശത്ത് കർണാടകയ്ക്ക് നേട്ടമായി മാറും. മൈസൂരു ഡിവിഷന്റെ വരുമാനത്തിൽ പ്രതിവർഷം 600 കോടിയുടെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ഉയർത്തിക്കാട്ടി ഭരണം പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാകും BJP കേന്ദ്ര നേതൃത്വം. 1956 ഓഗസ്റ്റ് 31 പാലക്കാട് ഡിവിഷൻ നിലവിൽ വന്നത്. ഇപ്പോൾ 70ാം വയസ്സിൽ വെട്ടിമുറിച്ച് അതിന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന പണിയാണ് സത്യത്തിൽ കേന്ദ്രം കാണിച്ചിരിക്കുന്നത്. പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിക്കുമ്പോൾ ഉള്ളാൾ മുതൽ മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ അടക്കമാണ് മൈസൂരു ഡിവിഷന്റെ ഭാഗമാവുക. ഇതോടെ മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്നതും കേരളത്തിലൂടെ സഞ്ചരിക്കുന്നതുമായ ട്രെയിനുകളുടെ നിയന്ത്രണം പൂർണ്ണമായും മൈസൂരു ഡിവിഷനിലേക്ക് മാറും. പാലക്കാട് ഡിവിഷന് ഏറ്റവും അധികം വരുമാനം ചരക്ക് നീക്കത്തിലൂടെ നൽകുന്ന പനമ്പൂർ സ്റ്റേഷനും മൈസൂരുവിലേക്ക് പോകും. മംഗളൂരു തുറമുഖത്ത് നിന്ന് കൽക്കരി, വളം, പെട്രോളിയം അടക്കമുള്ള ചരക്കുകൾ നീക്കുന്നത് പനമ്പൂർ വഴിയാണ്. അങ്ങനെ ഡിവിഷന്റെ 75% മുകളിൽ വരുമാനം ഈ മേഖലയിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടിന്റെ ആകെ വരുമാനത്തിൽ 90% ചരക്ക് നീക്കം വഴിയുള്ളതുമാണ്. അത് നഷ്ടമാകും. മംഗളൂരു സെൻട്രൽ സ്റ്റേഷനും പോകുന്നതോടെ ടിക്കറ്റ് വഴിയുള്ള വരുമാനത്തിലും വലിയ ഇടിവ് സംഭവിക്കും. ഒപ്പം ദക്ഷിണ റെയിൽവേയുടെ പ്രധാന ടെർമിനൽ സംവിധാനം കൂടിയാണ് പാലക്കാടിന് നഷ്ടമാകുന്നത്. ഇതോടെ പാലക്കാടിന് ഒരു ടെർമിനൽ സ്റ്റേഷനും ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ടെർമിനൽ ഇല്ലെങ്കിൽ പുതിയ വണ്ടികളുടെ വരവും നിലയ്ക്കും. അങ്ങനെ മലബാറിന് കനത്ത തിരിച്ചടിയാണ് കേന്ദ്രത്തിന്റെ വിഭജനം വരുത്തിവെക്കുന്നത്. പാലക്കാടിന്റെ MPയായ VK ശ്രീകണ്ഠൻ ഉൾപ്പെടെ ശക്തമായ വിമർശനം ഉയർത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരുമായോ ജനപ്രതിനിധികളുമായോ ബന്ധപ്പെടാതെ അർദ്ധരാത്രിയിലാണ് തീരുമാനമുണ്ടായതെന്ന് ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തുന്നു. MPമാരുടെ പിന്തുണയോടെ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഡിവിഷൻ വിഭജനം താൻ അറിഞ്ഞിട്ടില്ലെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നിലപാട്. വിഷയത്തിൽ മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. കേരളത്തിൽ നിന്നുള്ള MP KC വേണുഗോപാലിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് മന്ത്രി ഉണർന്നത്. പക്ഷേ മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് ഡിവിഷനെ വെട്ടിമുറിച്ചതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആ ചോദ്യം ഉയർത്തുന്നുണ്ട്. അത് മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ ഈ പണിക്ക് മന്ത്രിയെ കൊള്ളില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്തായാലും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ അവഗണനയുടെ ഭാഗമായിട്ട് വേണം ഈ പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിച്ചതിനെയും കാണാൻ. കേരളത്തിന് വർഷങ്ങൾക്ക് മുൻപ് വാഗ്ദാനം ചെയ്ത പാലക്കാട് കോച്ച് ഫാക്ടറി പദ്ധതി ഉപേക്ഷിച്ചെന്ന് ഈ മാസം ആദ്യമാണ് റെയിൽവേ മന്ത്രി പാർലമെന്റിൽ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ റെയിൽ മേഖലയെയും പാലക്കാടിനെ സംബന്ധിച്ച് ഈ മാസം ഇത് 2ാമത്തെ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.